രാജ്യത്താദ്യമായി ജനങ്ങൾക്ക് സൗജന്യമായി വൈഫൈ നൽകി ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ മലപ്പുറം നഗരസഭയുടെ വൈഫൈ ടവറുകൾ പൊളിച്ചുമാറ്റി. ടൗൺഹാൾ പരിസരത്തെ ടവറും പൊളിച്ചുമാറ്റുന്ന നടപടികൾ ആരംഭിച്ചു. കോട്ടപ്പടി മാർക്കറ്റിനോട് ചേർന്നുള്ള നഗരസഭയുടെ മുനിസിപ്പൽ കോംപ്ലക്സിന് മുകളിലെയും കുന്നുമ്മൽ ടൗൺ ഹാളിന് മുറ്റത്തുമുള്ള വൈഫൈ ടവറുകളാണ് അഴിച്ചെടുത്ത് തൂക്കി വിൽക്കുന്നത്. ഉപയോഗിക്കാതെ 9 വർഷമായി നിൽക്കുന്ന വൈഫൈ ടവർ നീക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിച്ചു നീക്കുന്നത്. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ആശയം കൂടുതൽ ജനകീയമായ സമയത്ത് 2010-15 കാലഘട്ടത്തിലെ മലപ്പുറം നഗരസഭാ ഭരണസമിതിയാണ് സൗജന്യ വൈഫൈ എന്ന ആശയത്തിലേക്ക് എത്തിയത്. 1.5 കോടി രൂപ ചെലവിൽ 2015 ഓഗസ്റ്റിൽ പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. നഗരസഭാ പരിധിയിൽ 16 പോയിന്റുകൾ വൈഫൈക്കായി സ്ഥാപിച്ചിരുന്നു. ലഭിച്ച അപേക്ഷകൾ പ്രകാരം 7000 പേർ 7 മാസത്തോളം സൗജന്യ വൈഫൈ ഉപയോഗപ്പെടുത്തിയെന്നാണ് കണക്ക്. റെയിൽടെൽ കോർപ്പറേഷനായിരുന്നു വൈഫൈ പദ്ധതിയുടെ നിർവഹണ ചുമതല. മലപ്പുറം കോട്ടപ്പടിയിലെ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിലുണ്ടായിരുന്ന വൈഫൈ ടവർ നേരത്തെ അഴിച്ചു മാറ്റിയിരുന്നു. കുന്നുമ്മൽ ടൗൺഹാൾ പരിസരത്തെ ടവർ പൂർണ്ണമായും നീക്കുന്നതോടെ കോടിക്കണക്കിന് രൂപയാണ് നഗരസഭയ്ക്ക് നഷ്ടമാവുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മൾ ആസാദ് ഗോൾഡിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് 2.25% പണിക്കൂലി ഈടാക്കുന്നുള്ളൂ. കല്യാണ പർച്ചേസ് ആണോ? എന്നാ നേരെ ആസാദിലേക്ക് വിട്ടോ. വെറും 2.25% പണിക്കൂലിയേ ഉള്ളൂ. നമ്മുടെ ആസാദ് ഗോൾഡിൽ 2.25% പണിക്കൂലിയിലാണോ ആഭരണങ്ങൾ നൽകുന്നത്? തിരൂരുകാർക്ക് ബമ്പർ അടിച്ചല്ലോ. ആസാദ് കല്യാണ പർച്ചേസ് ചെയ്ത പെണ്ണുങ്ങൾ പറയും അവിടെ പണിക്കൂലി വെറും 2.25%. ആസാദ് ഗോൾഡിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് 2.25% മാത്രം പണിക്കൂലി ഉള്ളതാണ്. ഏതായാലും ഓളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നെ പോയി പർച്ചേസ് ചെയ്യണം. എവിടെ നോക്കിയാലും ഒറ്റ വർത്താനേ ഉള്ളൂ, ആസാദ് ഗോൾഡ്. ആസാദ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഗോൾഡൻ ഡയമണ്ട് ബെനിഫിറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റ്. കേരള ആഭരണങ്ങൾക്ക് പണിക്കൂലി വെറും 2.25% മാത്രം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 10% ഡിസ്കൗണ്ട്. ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ.